എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കേരള സിലബസ് +1 ദൂസരി ഇക്കായി ചാന്ദ് സിതാരയിലെ കബീറിൻ്റെ ദോഹയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ആ ദോഹ പഠിക്കുന്നതിന് മുമ്പ് കബീറിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. कबीर दास हिंदी साहित्य के भक्ति काल की निर्गुण भक्ति परंपरा के सर्वश्रेष्ठ कवि माने जाते हैं. കബീർദാസ് ഹിന്ദി സാഹിത്യത്തിലെ ഭക്തികാലത്തിലെ നിർഗുണ ഭക്തി പരമ്പരയിലെ ഏറ്റവും ശ്രേഷ്ഠനായ കവിയായിട്ടാണ് കണക്കാക്കുന്നത്. ഉൻകാ ജന്മ 1398 में काशी में और उनकी मृत्यु 1518 में മഗഹർ में മാനാ ജാതാ ഹെ. അദ്ദേഹത്തിൻ്റെ ജനനം കാശിയിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ മരണം 1518 മഗഹറിലുമാണ് നടന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ജീവിക കമാനെ കെ ലിയെ ഉന്നോനെ ജുലാഹെ കാ കാം കർത്തേ थे. ഉപജീവന മാർഗത്തിനായി അദ്ദേഹം ജുലാഹ എന്ന് പറഞ്ഞാൽ നെയ്ത്താണ്, നെയ്ത്ത് ജോലി ചെയ്തിരുന്നു. വേ പടേ ലേഖേ നഹീന്ദേ. അദ്ദേഹം ഒരു എഴുത്തും വായന അറിയാത്ത നിരക്ഷരനായ വ്യക്തിയായിരുന്നു. ബിർബി ദേശാടൻ ഔർ സത്സംഗം സെ ഉന്നോനെ കാഫി ജ്ഞാൻ ആർജിത് കിയ. പക്ഷേ എന്നാലും ദേശാടനം കൊണ്ടും സത്സംഗം കൊണ്ടുമെല്ലാം അദ്ദേഹം ധാരാളം അറിവുകൾ നേടിയിരുന്നു. വൈഷ്ണവ സമ്പ്രദായക്ക് ആചാര്യ രാമാനന്ദ് കോ വേ അപ്പന ഗുരു മാനത്തെ थे. വൈഷ്ണവ സമ്പ്രദായത്തിലെ ആചാര്യനായിരുന്ന രാമാനന്ദനെ അദ്ദേഹം തൻ്റെ ഗുരുവായിട്ട് കണക്കാക്കിയിരുന്നു. उन्होंने अपने समय में प्रचलित सभी धर्मों की अच्छाइयों को ग्रहण किया और बुराइयों का खंडन किया. അദ്ദേഹം അക്കാലത്ത് നിലനിന്നിരുന്ന എല്ലാ മതങ്ങളുടെയും നന്മ സ്വീകരിക്കുകയും തിന്മയെ അദ്ദേഹം ഘോരമായി എതിർക്കുകയും ചെയ്തിരുന്നു. ജാതി और धर्म के नाम पर समाज में प्रचलित अनाचार, अत्याचार, अंधविश्वास और बाह्य आडंबरों के विरुद्ध उन्होंने आवाज उठाई. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സമൂഹത്തിൽ നിലനിരുന്ന എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളും അതിക്രമങ്ങളും അന്ധവിശ്വാസങ്ങളും ബാഹ്യ ആഡംബരങ്ങൾക്കുമെല്ലാം എതിരെ അദ്ദേഹം ശബ്ദമുയർന്നു. കബീർ കെ ഉപദേശ് ബീജക് മേ സംഗ്രഹീതയും. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം ബീജക് എന്ന ഗ്രന്ഥത്തിലാണ് സംഗ്രഹിച്ചിട്ടുള്ളത്. ഇസ്കെ 3 ഭാഗ് ഹേ, സാഖി, സബദ് ഔർ രമൈനി. ഇതിന് 3 ഭാഗങ്ങളുണ്ട്: സാഖി, സബദ്, രമൈനി. സാഖി എന്ന വാക്കിൻ്റെ അർത്ഥം സാക്ഷി എന്നാണ്. സാഖി കാ അർത്ഥ ഹോതാ ഹെ സാക്ഷി. വേ ഭക്തികാൽ കെ നിർഗുണ ജ്ഞാനാശ്രയി ശാഖ കെ സർവശ്രേഷ്ഠ കവി थे और ഏകേശ്വരവാദി थे. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ ഭക്തികാലത്തിലെ നിർഗുണ ജ്ഞാനാശ്രയി ശാഖയിലെ ഏറ്റവും ശ്രേഷ്ഠനായ കവിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഏകേശ്വരവാദിയായിരുന്നു. ഒരൊറ്റ ദൈവത്തിൽ അദ്ദേഹം ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. മാനവതാ കെ പ്രവർത്തക് ഔർ സന്ത് ഏവം സമാജ സുധാരക് थे. അദ്ദേഹം രാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയും അതോടൊപ്പം തന്നെ സന്യാസിയും സമാജ സുധാരകൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു. ക്രാന്തികാരി കവിതയും. അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ, തൻ്റെ ദോഹകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിലൂടെ ഈ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനീതികളുമെല്ലാം എതിർത്തിരുന്നു. വേ സച്ചായിക്ക് സബ്സെ ശ്രേഷ്ഠ ഹഥിയാർ മാനത്തെ थे. അദ്ദേഹം നന്മയാണ് ഏറ്റവും വലിയ ആയുധമായി കണ്ടിരുന്നത്. ജാതിപാന്തി ഉച്ച നീച് തഥാ സാമാജിക് रूढ़ियों का विरोध करके धार्मिक भेदभाव को दूर करने आह्वान किए थे. ജാതിചിന്ത, ഉച്ചനീചത്വങ്ങൾ, അതുപോലെ സാമാജികമായ എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ശക്തമായി ശബ്ദമുയർത്തിയ ആളാണ്. ആകെ ദോഹ പഠേ. പഹല ദോഹ. ബുരാ ജോ ദേഖൻ മേ ചലാ ബുരാ ന മിലിയാ കോയി. जो दिल खोजऊ अपना मुझसा बुरा न कोई. इस दोहे का शब्दार्थ इस प्रकार है: बुरा बुराई, ईविल तिन्मा दोषम, देखने देखने के लिए, न मिलिया കണ്ടില്ല, कोई कोई एनीवन ആരും, खोजऊ खोജ അന്വേഷിച്ചു, आपना अपना, मुझसा मुझ जैसा. कविता का भावार्थ
सुनिए। कबीरदास इस दोहे में कहते हैं कि दूसरे लोगों में बुराई की खोज करने वाले लोग इस संसार में अधिक है। वे कभी अपनी बुराइयों की ओर नहीं देखते। दूसरे लोगों में बुराई की खोज करने वाले लोग ही इस संसार में अधिक है. മറ്റുള്ളവരിൽ തിന്മ അഥവാ ദോഷം കണ്ടെത്തുന്ന ആളുകളാണ് ഈ ലോകത്തിൽ അധികവും. വേ കഭി അപ്നി ബുരായിയോ കി ഓർ നഹീം ദേഖ്തേ ഹേ. അവരൊരിക്കലും തൻ്റെ തിന്മകളെ അല്ലെങ്കിൽ തൻ്റെ തെറ്റുകളെ കാണാറില്ല, അതിനെക്കുറിച്ച് അവർ നോക്കാറേ ഇല്ല. ഐസേ ലോകോം സേ കബീർദാസ് ജി കഹ്തേ ഹേ. അങ്ങനത്തെ ഉള്ള ആളുകളോട് കബീർദാസ് പറയുകയാണ്, ഏക് ദിൻ മേ ബുരായി ദേഖ്നെ കെ ലിയെ നികല. ഒരു ദിവസം ഞാൻ തിന്മ കാണുവാൻ ഇറങ്ങിത്തിരിച്ചു, ഞാൻ തിന്മ അന്വേഷിച്ച് ഇറങ്ങിത്തിരിച്ചു. ലേക്കിൻ കോയി ബി ബുരാ നഹീം ദിഖായി ദിയ. പക്ഷേ എനിക്ക് ഒരിടത്തും തിന്മ കാണാത്തവൻ, ദോഷമുള്ളവരായി ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തിന്മയുള്ളവരായി ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്തമേം അപ്പനെ ദിൽ മേ ഹി ഖോജ തോ മാലൂം ഹുവാ കി മേരെ സമ്മാൻ ബുരാ ദൂസറ കോയി ബി നഹീ ഹേ. അവസാനം കബീർദാസ് തന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കവിക്കൊരു കാര്യം മനസ്സിലായി. എന്നെപ്പോലെ ബുരാ ആത്മി, മോശം ആള് ഈ ഭൂമിയിൽ വേറെ ഇല്ല എന്ന്. इसका भाव यही है कि दूसरों को सुधारने का प्रयत्न करने से पहले हमें स्वयं को सुधारने का प्रयत्न करना चाहिए. ഈ കബീർദാസ് ഈ ദോഹയിലൂടെ നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മൾ മറ്റുള്ളവരെ നന്നാക്കുവാൻ ഇറങ്ങി പുറപ്പെടും മുമ്പ് സ്വയം നന്നാകുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അഥവാ മറ്റുള്ളവരിൽ ദോഷം അന്വേഷിക്കുന്നതിന് പകരം അവനവനിലെ തന്നെ ദോഷങ്ങൾ ആദ്യം തിരുത്തുകയാണ് വേണ്ടത്. और दूसरा दोहा, लघुता से प्रभुता मिले, प्रभुता से प्रभु दूरी. चींडीले शक्कर चली, हाथी के सिर धूरी. इसका शब्दार्थ है लघुता. लघुता का मतलब है विनय, हम्बलनेस, विनयम, एളിമ. प्रभुता आदर, बड़पन, महत्व, रेस्पेक्ट. मिले मिलता है, ലഭിക്കുന്നു. प्रभु ईश्वर. दूरी दूर. ചീണ്ടി ഉറുമ്പ്. ശക്കർ ഷുഗർ, പഞ്ചസാര അഥവാ ശർക്കര. ധൂരി ധൂളി അഥവാ ഡസ്റ്റ്, പൊടി. इस दोहे में कबीरदास जी विनय की महिमा व्यक्त करते हैं. ഈ ദോഹയിൽ വിനയത്തിൻ്റെ മഹിമയാണ് കബീർദാസ് ജി വ്യക്തമാക്കുന്നത്. നമ്രത യാ വിനയ് സെ സബ് പ്രകാർ കാ ഐശ്വര്യ മിൽത്താ ഹേ. നമ്രത കൊണ്ടും വിനയം കൊണ്ടും എല്ലാ പ്രകാരത്തിലുമുള്ള ഐശ്വര്യങ്ങളും ലഭിക്കും. ജോ അപ്പനെ കോ ബഡാ മാനത്തെ ഹേ, ഈശ്വർ കാ വരദാൻ ഉസ്കോ പ്രാപ്ത് നഹീ ഹോത്താ. ഏതൊരാളാണോ താനാണ് മഹാൻ എന്ന് വിചാരിക്കുന്നത് അയാൾക്കൊരിക്കലും ഈശ്വരപ്രാപ്തി ഉണ്ടാകുകയില്ല, അഥവാ ഈശ്വര കടാക്ഷം ലഭിക്കുകയില്ല. ചീണ്ടി അവർ ഹാത്തി കാ ഉദാഹരണം ദേക്കർ വേ ഈസ്കാ സമർത്ഥൻ കർത്തേ ഹേ. ഒരു ഉറുമ്പിനെയും ആനയെയും ഉദാഹരണമായി എടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ വാക്കുകളെ സമർത്ഥിക്കുന്നു. വേ കഹ്തേ ഹേ കി ലഘുത സേ മഹത്വ പ്രാപ്ത് ഹോത്താ ഹേ. അദ്ദേഹം പറയുകയാണ്, ലഘുത അഥവാ എളിമ, എളിമത്വം, വിനയം, അതുകൊണ്ട് മാത്രമാണ് മഹത്വം ഉണ്ടാകുന്നത്. ജോ അപ്പനെ ബഡ്പൻ പർ ഗർവ് കർത്താ ഹേ, ഈശ്വർ ഉസ്സെ സദാ ദൂർ രഹ്താ ഹേ. ഏതൊരുവനാണോ തൻ്റെ വലിപ്പത്തിൽ അഹങ്കരിക്കുന്നത് ഈശ്വരൻ അവനിൽ നിന്നും വളരെ ദൂരെയായിരിക്കും. ചീണ്ടി സബ്സെ ഛോട്ടാ പ്രാണി ഹേ. ചീണ്ടി ഏറ്റവും ചെറിയൊരു ജീവിയാണ്. ലേക്കിൻ ബഹു മീഠാ ശക്കർ ലേ ചൽത്തി ഹേ. പക്ഷേ നല്ല മധുരമുള്ള ശർക്കര അഥവാ പഞ്ചസാര എടുത്തുകൊണ്ട് നടക്കുന്നു. ഹാത്തിക്കോ അപ്പനെ ബഡ്പൻ കാ ഗർവ് ഹേ. പക്ഷെ ആനയ്ക്കോ താനാണ് കാട്ടിലെ ഏറ്റവും വലിയ മൃഗം, അവന് തൻ്റെ വലിപ്പത്തിൽ അഹങ്കാരമുണ്ട്. ഉസ്കെ സിർ പർ ധൂളി ഹി പടുത്തി ഹേ. നമുക്കറിയാം ആന എപ്പോഴും തുമ്പിക്കൈ കൊണ്ട് തൻ്റെ തലയിൽ പൊടിയാണ് വാരി ഇടുന്നത്. അതുകൊണ്ടാണ് കവി പറയുന്നത് ഉസ്കെ സിർ പർ ധൂളി ഹി പടുത്തി ഹേ. ആനയുടെ തലയിൽ എപ്പോഴും പൊടിയാണ് പതിക്കുന്നത്. ഹാത്തി സൂൺസെ സദാ സിർ പർ ധൂളി ഉഛാൽ ദേത്തി ഹേ. ഹാത്തി എപ്പോഴും തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പൊടി വാരി വിതറുന്നു. മതലബ് യഹിയയ്ക്ക് ഈ പറഞ്ഞതിൻ്റെ ആശയം ഇതാകുന്നു, വിനയസെ മഹത്വം മിൽത്താ ഹേ. എളിമ കൊണ്ടാണ് നമുക്ക് മഹത്വം ഉണ്ടാകുന്നത്. ഈശ്വർ ബി ഐസെ ലോകോം കി സഹായത കർത്താ ഹേ. ഈശ്വരനും അങ്ങനെയുള്ള ആളുകളെയാണ് സഹായിക്കുന്നത്.
ഖമണ്ട് കർണേ സേ കോയി ഫായദ നഹി ഹേ. അഹങ്കരിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. താണ നിലത്തെ നീരോടു അതിനെ ദൈവം കൂട്ടുള്ളൂ എന്ന് മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. ആ ഒരു പഴഞ്ചൊല്ലിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ഇവിടെ കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. तीसरा दोहा. दुख में सुमिरन सब करे, सुख में करे न कोई. जो सुख में सुमिरन करे तो दुख कागे होई. सुमिरन का अर्थ होता है स्मरण, रिमेम्बरेंस, ओर्मिकल. करे करते हैं, कोई कोई, नोबडी. काहे क्यों, होई हो जाए. और इस दोगे में कबीरदास जी कहते हैं कि दुख में सब लोग ईश्वर का स्मरण करते हैं. ഈ ദോഹയിൽ കബീർദാസ് പറയുന്ന ഇതാണ്, ദുഃഖമേ സുമിരൻ സബ് കരേ. ദുഃഖത്തിൽ എല്ലാവരും ഈശ്വര സ്മരണം നടത്തും, ഈശ്വരനെ ഓർക്കും. ലേക്കിൻ സുഖമേം കരേ ന കോയി. പക്ഷേ ലേക്കിൻ സുഖമേ കോയി भी ईश्वर का स्मरण नहीं करता. जो सुख में सुमिरन करे, जो व्यक्ति सुख में भी ईश्वर का स्मरण करता है, उसे दुख क्यों हो जाए, तो दुख कागे होई. അങ്ങനെയാണെങ്കിൽ उसे क्यों दुख हो जाए, अर्थात उसे दुख कभी नहीं होता. जो व्यक्ति सुख में भी ईश्वर स्मरण करता है उसे कभी दुख नहीं होता. कबीर के कथन का भाव यह है कि हमें സുഖ ദുഃഖമേ ബരാബർ ഈശ്വർ കാ സ്മരൺ കർണ ചാഹിയെ. കബീർദാസ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം, ഭാവം ഇതാകുന്നു, നമ്മൾ സുഖത്തിലായാലും ദുഃഖത്തിലായാലും ഒരേപോലെ ഈശ്വര സ്മരണം ചെയ്തുകൊണ്ടിരിക്കണം, ഈശ്വരനെ സ്മരിച്ചു കൊണ്ടിരിക്കണം. और 14 दोहा सुनिए. कामी क्रोधी लालची इनदे भक्ति न होई. भक्ति करे होई सुरमा, जाति वरन कुल होई. कामी का मतलब है കാമാർദ്ര, വിഷയാസക്തൻ. ക്രോധി, പെട്ടെന്ന് കോപിക്കുന്നവൻ, ഷോർട്ട് ടെമ്പേർഡ്. ലാലച്ചി, ഗ്രീഡി, അത്യാഗ്രഹി. ഇനതേ, ഇൻസെ. ന ഹോയ്, നഹി ഹോത്തി. കരൈ, കർത്താ ഹേ. കോയി, കോയി. സൂർമ, ശൂര്, പരാക്രമി. वर्ण, जाति, कास्ट. खोई, खो देता है और नष्ट करता है, ഉപേക്ഷിക്കുക. കബീർദാസ് ജി ജാതി പാന്തി കെ കട്ടർ വിരോധി थे. കബീർദാസ് ജാതി വ്യവസ്ഥയെ ശക്തമായി എതിർക്കുന്ന ആളാണ്, വിരോധിയാണ്. प्रस्तुत दोहे में कबीरदास जी कहते हैं कि कामी, क्रोधी और लालची व्यक्ति से कभी भक्ति संभव नहीं है. വിഷയാസക്തരും പെട്ടെന്ന് കോപിക്കുന്നവരും അത്യാഗ്രഹങ്ങളുമായ ആളുകൾക്ക് ഭക്തി സാധ്യമല്ല. ഭക്തി കരേ ഹോയി സുരുമ, ജാതി വർണ്ണ കുലു ഹോയി. ऐसा कोई शूर ही भक्ति का अधिकारी होता है जो जाति वर्ण कुल आदि भेदभावों से परे होता है. ഏതൊരുവനാണോ ജാതി വർണ്ണം കുലം മുതലായ വ്യത്യാസങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്നവന് അവന് മാത്രമേ യഥാർത്ഥത്തിലുള്ള സുർമ അഥവാ സൂർ ഭക്തനാകാൻ കഴിയുകയുള്ളൂ. इसका मतलब यह है कि ईश्वर भक्ति के मार्ग में जाति वर्ण कुल आदि बाधक होते हैं और जाति वर्ण कुल आदि के बारे में सोचने वाले व्यक्ति को कभी भी ईश्वर भक्ति के मार्ग पर नहीं चल सकता. ജാതി വർണ്ണം കുലം എന്നിവയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും, ഭേദവ്യത്യാസമുള്ള ആളുകൾക്കൊന്നും യഥാർത്ഥ ഈശ്വരഭക്തി ഉണ്ടാകാൻ കഴിയില്ല. അഥവാ അവർ ഈശ്വരഭക്തിയുടെ പേരിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ അതെല്ലാം വെറും ബാഹ്യ ആഡംബരങ്ങൾ മാത്രമായിരിക്കും. और 5वां दोहे सुनिए. साई इतना दीजिए जामे कुटुंब समाए, मैं भी भूखा न रहूं साधु न भूखा जाए. साई, इसका मतलब है स्वामी, ईश्वर. जामे, जिसमें. कुटुंब समाए, कुटुंब का पालन पोषण हो जाए. साधु, सज्जन अथवा सन्यासी. न भूखा जाए, भूखा लौटा न जाए, വിശക്കുന്നവരായി മടങ്ങാനിടയാവരുത്. इस दोहे में कबीरदास जी पुराने साधु संतों की जीवन के बारे में बताते हैं.
ഈ ദോഹയിൽ കബീർദാസ് പഴയ കാലത്തെ സാധു സന്യാസിമാരുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. പുരാനെ സമയക്കെ സന്ത് ലോഗ് ധനസമ്പത്തി ഭവിഷ്യക്കലെ ചിന്തിത് നഹീം കർത്തേ. പണ്ട് കാലത്തെ സന്യാസി സമൂഹങ്ങൾ ധനവും സമ്പത്തൊന്നും ഒരു ഭാവിയിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുക ഉണ്ടായിരുന്നില്ല. വേ കാം കർക്കെ ദിൻ ഭർക്കി റോട്ടി കമാത്തേതേ. അവർ ജോലി ചെയ്ത് അന്നേക്കുള്ള ആഹാരം സമ്പാദിക്കുമായിരുന്നു, അന്നേക്കുള്ള അഷ്ടിക്ക് വക സമ്പാദിക്കുമായിരുന്നു. അവർ ഉൻസെ സന്തുഷ്ടി രഹത്തേതേ. അതുകൊണ്ട് അവർ സംതൃപ്തരും ആയിരുന്നു. അവർക്ക് സ്വത്തൊന്നും കൂട്ടിവെക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവർ അന്നത്തെ അഷ്ടിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം സമ്പാദിച്ചിരുന്നു. പ്രസ്തുത दोहे में कबीरदास जी भगवान से प्रार्थना करते हैं कि हे भगवान मुझे इतना दीजिए. ഈ ദോഹയിൽ കബീർദാസ് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, ഹേ ഭഗവാൻ മുझे इतना दीजिए. അല്ലയോ ഭഗവാനെ എനിക്ക് ഇത്രയും തന്നാലും. ജിസ്സെ മേരെ കുടുംബ കാ നിർവാഹ ഹോ ജായേ. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ നിവൃത്തിക്കുള്ളത്, എൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പകറ്റാനുള്ള, കുടുംബം പുലർത്തുവാനുള്ള വക എനിക്ക് തന്നാലും. മുझे കബി ഭൂക്കാൻ രഹന പടേ. എനിക്കൊരിക്കലും വിശന്നിരിക്കേണ്ടി വരരുത്. അവർ മേരെ ഘർ മേ അതിഥിയോं के रूप में आने वाले साधु भी कभी भूखा न लौट जाए. साधु न भूखा जाए इसका मतलब है अपने घर में आने वाले साधुओं को भी कभी भूखा न लौट जाए. എൻ്റെ കുടുംബത്തിൽ വന്നു ചേരുന്ന അതിഥിയായി എത്തുന്ന സന്യാസിമാർക്കും അവർ വിശന്ന് മടങ്ങാൻ ഇടവരരുത്. ഈശ്വർ ഹി ഹമാര പാലൻ പോഷൺ കർണേ വാലാ ഹേ. നമുക്കറിയാം ഈശ്വരനാണ് നമ്മളെല്ലാവരുടെയും പരിപാലിക്കുന്നത്. ഇസ്ലിയെ കൽക്കെ ലിയെ സഞ്ചിത് കർണയ്ക്ക് ആവശ്യകത നഹി ഹേ. അതുകൊണ്ട് തന്നെ നാളേക്ക് സമ്പാദിച്ചു വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല എന്നാണ് കബീർദാസ് ഇവിടെ പറയുന്നത്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വാ ഗീറിയ ഈശ്വരൻ അന്നവും തരും. അതായത് ഈശ്വരന് നമുക്ക് എന്താണ് വേണ്ടത് അത് തരാൻ ഈശ്വരൻ അറിയാം എന്നാണ് കവി പറയുന്നത്. इस पाठ का अनुवर्ती कार्य और एक वीडियो में हम पढ़ेंगे. ഈ പാഠത്തിൻ്റെ അനുവർത്തി കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അവരൊക്കെ വീഡിയോ में मिलने तक धन्यवाद. പാഠം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മടിക്കരുത്.